എല്ലാവർക്കും ജീനിഗാസിൻ്റെ ബസ്സുകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒരു 4-5 മാസം മുമ്പ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിതിറങ്ങിപ്പോയ ഒരു വണ്ടിയുടെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാണ്. മെയിനായിട്ട് നമ്മുടെ ഈ വണ്ടിയിൽ ചേഞ്ചിൽ വരുത്തിയേക്കെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ക്ലോത്ത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ ഫ്ലോർ ഈ റെഡ് മാറ്റ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റ്, അതുപോലെ കൊമ്പ് വേഗയാക്കിയിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മുടെ സ്റ്റീൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലതാങ്കി അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പെയിൻ്റാണ്. പെയിൻറ്റ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചേക്കുന്നതാണ്. അതിൻ്റെ തന്നെ ബോഡിയിൽ കാണാൻ നമുക്ക് അത്ര ക്ലീനാണ്. ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ ആയിട്ടുണ്ട്. അത്ര ക്ലീൻ. റൂട്ട് വണ്ടിക്കൊക്കെ ഇത്രയും ക്ലീനായിട്ട് പെയിൻ്റ് അടിക്കുന്ന വർക്ക്ഷോപ്പുകൾ വളരെ ചുരുക്കം കേട്ടോ. എൻ്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത്ര ക്ലീൻ പെയിൻറ്റിങ്ങാണ് കേട്ടോ. വണ്ടി ഒന്ന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഫിനിഷിങ്, പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ വണ്ടി ഇപ്പോഴും ഇപ്പം 4-5 മാസം കഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഈ വണ്ടി ഇതുപോലെ തന്നെയാണ്. വണ്ടി കഴുകി കഴിഞ്ഞാൽ ക്ലീൻ, ഒന്നും ചെയ്യണത് നല്ല കണ്ണാടി പോലെ തന്നെയാണ് എപ്പോഴും വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഉള്ളിലാണെങ്കിൽ സീറ്റ്, ഈ പറഞ്ഞ പോലെ സീറ്റിൻ്റെ ക്ലോത്ത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഈ ഡാഷ് ആ ഭാഗം പുല്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ചെറിയ ലൈറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പി കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ലാഡർ സ്റ്റീൽ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കിലെ ഗോവേണി സ്റ്റീൽ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ വർക്കുകളാണ് വണ്ടിക്ക് ഉണ്ടായിരുന്നത്. വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വേറെ ലെവലായി. വണ്ടി നല്ല ലുക്കായി. ഇപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൽ തന്നെ ഭയങ്കര ചേഞ്ചായി. വണ്ടി ആദ്യം ഉണ്ടായിരുന്ന പെയിൻറ്റ് ആദ്യം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് അധികം കാലം ആയിട്ടില്ല ഈ വണ്ടി പൊളിച്ച് പണിത്. പാലക്കാട് ഒരു വർക്ക്ഷോപ്പിൽ പൊളിച്ച് പണിത വണ്ടിയായിരുന്നു. റീബോഡി കെട്ടിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ പെയിൻറ്റ് അടിച്ചു, ക്ലിയർ അടിച്ചു. ഇപ്പോൾ നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട് വണ്ടി. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയൊന്നും ഇത്രയും ക്ലീനായിട്ടല്ല വരുന്നത്. പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ഇത്രയും ക്ലീനല്ല. നിങ്ങൾക്ക് വണ്ടികൾ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ പെയിൻറ്റിങ്ങും ഈ പുറത്തെ പെയിൻറ്റിങ് കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അതായത് നല്ല കണ്ണാടി പോലെയാണ് നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പം. അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും നമ്മളിവിടെ തന്നെ ചെയ്തതാണ്. ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ, പേര്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചെറിയ വർക്ക് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലും അതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ വീൽ കപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ സൈഡ് ബോഡി ലൈറ്റുകൾ, അടിയിലെ ലൈറ്റുകൾ, അങ്ങനത്തെ ലൈറ്റ് വർക്കുകൾ അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ അതുപോലെ തന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ബൗൺസിങ് ബോള് ഗ്ലാസിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൽ അത്യാവശ്യം നല്ലപോലെ ലൈറ്റും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. വണ്ടി പെയിൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കി അറിയാം. അത്ര ക്ലീൻ പെയിൻറ്റിങ് കേട്ടോ. നല്ല കണ്ണാടി പോലെ. നമുക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ട്രാവലറൊക്കെ കണ്ട വീഡിയോയിൽ കാണാം നമുക്ക് ക്ലീനായിട്ട്. അപ്പോൾ ഉള്ളിലാണേലും നമ്മുടെ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പുതിയ മോഡൽ. അതായത് 2 സൈഡിലായിട്ട് അതാണ് ഉള്ളിൽ വർക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബോഡിയുടെ അടിയിൽ വന്നേക്കുന്ന സ്റ്റീൽ പൈപ്പൊക്കെ വന്നപ്പോഴത്തേന് ഭയങ്കര ലുക്കായി. അത് പിങ്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക എടുപ്പുണ്ട്. സ്റ്റീല് ക്രോം ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ബാക്കിലാണെങ്കിലും ചെറിയൊരു ബമ്പർ പോലെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഡർ ഫുള്ളായിട്ട് സ്റ്റീലാക്കിയപ്പോൾ തന്നെ ഭയങ്കര ചേഞ്ചായി. പിന്നെ കൊമ്പ് കാര്യങ്ങൾ വീൽ കപ്പൊക്കെ കയറിയപ്പോൾ തന്നെ വണ്ടി വേറെ റേഞ്ചിലോട്ടെത്തി. വർക്ക്, അതായത് സൈഡിലൊക്കെ സ്റ്റിക്കർ വർക്ക് ചെറിയ രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പേരും അതിൻ്റെ കൂടെ ചെറിയ ആർട്ട് വർക്ക്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലൊരു 8 ഹെഡ് ഡെമ്മി കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ ടൂറിസ്റ്റ് വണ്ടിയുടെ പോലെ സൈഡിലോട്ട് മിറർ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, കൊമ്പല്ലാണ്ട് തന്നെ. അപ്പോൾ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ ഇതുണ്ടാവും. ഈ ലൈറ്റ് കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലോത്ത് ആണെങ്കിലും നമ്മളെ ടൂറിസ്റ്റ് വണ്ടിക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള
ക്ലോത്താണ് സീറ്റിന് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നിലവിൽ വണ്ടിയിലുള്ളത്. വേറെ വലിയ വലിയ വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി ഏതായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ടായിരുന്ന വീഡിയോ ആണ് കാണുന്നത്. വണ്ടി പുറത്തിറങ്ങി ഭയങ്കര അഭിപ്രായമായിരുന്നു ആൾക്കാർക്ക്. നമ്മുടെ പെയിൻറ്റും വണ്ടി ആകെ ചേഞ്ചായി. പെയിൻറ്റ് വന്നപ്പോൾ തന്നെ വണ്ടിക്ക് ഭയങ്കര ചേഞ്ച് ആണ്. വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാം. പിന്നെ ഈ വണ്ടി നേരിട്ട് കണ്ടവരുണ്ടാവും ഒരുപാട് പേര്. ഒറ്റപ്പാലം സൈഡിലോട്ട് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി വേറെ റേഞ്ചായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ അടിപൊളി വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം താങ്ക്സ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോകൾ, പഴയ ഒരുപാട് വീഡിയോകളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അതിനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ ഈ വണ്ടി പെയിൻ്റ് അടിച്ചപ്പോഴാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇറക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയൊരു വണ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ താമസിച്ചിട്ടാണ് ഇട്ടത്. ഇതുപോലെ ഒരുപാട് വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, നിലവിൽ വർക്ക്ഷോപ്പിലുണ്ട്. അപ്പോൾ ബാക്കി പകൽ വീഡിയോ ഒക്കെ കാണും. ഓക്കെ.